പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ്ലീഹ ദൈവസ്നേഹത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചും ഏറ്റവും പരമപ്രധാനമായതും സ്നേഹമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ഈ കാലഘട്ടവുമായി നമ്മൾ ഒന്ന് ബന്ധപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും. ഇന്ന് പല സുവിശേഷ പ്രഘോഷണ മേഖലകളിലും ഒത്തിരി വരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, വരദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വചനം പ്രസംഗിക്കുന്നവരുണ്ട്, പ്രഘോഷിക്കുന്നവരുണ്ട്, രോഗശാന്തി ശുശ്രൂഷ നടത്തുന്നവരുണ്ട്, അതോടൊപ്പം പ്രവചിക്കുന്നവരുണ്ട്. ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകരെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ധാരാളം കാണുവാൻ സാധിക്കും. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ കത്തോലിക്ക തിരുസഭയിലും തിരുസഭയ്ക്ക് പുറത്തുമൊക്കെ വലിയ രോഗശാന്തിയും അത്ഭുത രോഗശാന്തികളൊക്കെ കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ പല ദർശനങ്ങളും വെളിപാടുകളും നൽകിക്കൊണ്ട് സുവിശേഷ പ്രഘോഷണ മേഖലയിൽ വളരെ തിളങ്ങി നിൽക്കുന്ന അനേകം വ്യക്തികളുണ്ട്. എന്നാൽ ഇത്തരം വ്യക്തികളെ കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലൂടെ ഇപ്രകാരം പറയുകയാണ്. 1 കൊരിന്ത്യർ 13 അധ്യായത്തിൻ്റെ 2 തിരുവചനത്തിൽ, എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്ന്. ഇന്ന് ഈ കാലഘട്ടത്തിലെ പ്രവചനപരങ്ങളും അതുപോലെ തന്നെ ദർശനങ്ങളും വെളിപാടുകളുമൊക്കെ പറഞ്ഞുകൊണ്ട് ശുശ്രൂഷകൾ നടത്തുന്ന ഓരോ വ്യക്തിയും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവചനപരങ്ങൾ ഉള്ള വ്യക്തികളുടെ അടുത്തേക്ക് ഭാവി അറിയുവാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന വ്യക്തികൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ നാളെ എന്ത് സംഭവിക്കുമെന്നറിയുവാൻ വേണ്ടി ദർശനങ്ങളും ഭാവികളും ഒക്കെ പറയുന്ന വ്യക്തികളുടെ അടുത്തേക്ക് നെട്ടോട്ടം ഓടുന്ന വ്യക്തികൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് മനസ്സിലാക്കണമേ, ഇത് ഞാൻ പറഞ്ഞതല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നതാണ്. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും, ഇത് ഡ്യൂപ്ലിക്കേറ്റ് വരത്തിൻ്റെ കാര്യമല്ല ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നത്. ഒരു വ്യക്തിക്ക് പ്രവചനപരം, പ്രവചിക്കാനായിട്ടുള്ള വരം, അതുപോലെ തന്നെ സകല രഹസ്യങ്ങളും മനസ്സിലാക്കുവാനായിട്ടുള്ള, അത് ഗ്രഹിക്കുവാനായിട്ടുള്ള വരങ്ങളുള്ള വ്യക്തികൾ ധാരാളമുണ്ട്. അതുപോലെ തന്നെ വിജ്ഞാനം, ആത്മീയമായ മേഖലകളിൽ വ്യാഖ്യാനം, ഈ ലോകത്തിൻ്റേതായിട്ടുള്ള വിജ്ഞാനം, ഇങ്ങനെ അനേകം വിജ്ഞാനങ്ങളൊക്കെയുള്ള വ്യക്തി ആയിക്കോട്ടെ. അതുപോലെ തന്നെ വിശ്വാസം, ഭയങ്കരമായ വിശ്വാസ വീരന്മാർ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഇന്നതുപോലെ സംഭവിച്ചു എന്നൊക്കെ പ്രഘോഷിക്കുന്ന ഭയങ്കര വിശ്വാസ വീരന്മാർ, ഇത്തരമുള്ള വ്യക്തികളൊക്കെ ഈ കാലഘട്ടത്തിലുമുണ്ട്. അവരെയൊക്കെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് സ്നേഹമില്ലെങ്കിൽ നീ ഒന്നുമല്ല. ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഞാനെങ്കിൽ, എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധ പൗലോസ്ലീഹയെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് സ്റ്റേജിലൊക്കെ നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ വിളിച്ചു കൂകാനും പറയാനും ഒക്കെ അനേകം വ്യക്തികൾക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൻ്റെ സമൂഹത്തിൽ, തൻ്റെ കൂട്ടായ്മയിൽ, തൻ്റെ സഭയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തികളെ, നിർധനരായിട്ടുള്ള വ്യക്തികളെ, തകർന്ന വ്യക്തികളെ, അവരെ ഒന്ന് കാണുവാനോ കേൾക്കുവാനോ സാധിക്കാതെ മുഖം തിരിച്ചു പോകുമ്പോൾ ആ വ്യക്തി പറഞ്ഞ പ്രഘോഷണവും വെളിപാടുകളുമൊക്കെ എന്താണ്? ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ യേശുനാഥൻ പറയുന്നുണ്ട്, നിങ്ങൾ വൃക്ഷത്തെ തിരിച്ചറിയുന്നത് ഫലത്തിൽ നിന്നാണ്. ഒരു വ്യക്തിയിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന ഫലത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള മേഖലകളെ പറ്റിയുള്ള തിരിച്ചറിവ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5 അധ്യായത്തിൻ്റെ 2 തിരുവചനം മുതൽ 7 അധ്യായത്തിൻ്റെ 28 തിരുവചനം വരെ ക്രമമായിട്ട് ഒരു ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പഠിപ്പിക്കുമ്പോൾ 7 അധ്യായത്തിൻ്റെ 21 മുതലുള്ള തിരുവചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല,
എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് എനിക്ക് യോഗ്യൻ, അവരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അന്ന് പലരും വന്ന് എന്നോട് ചോദിക്കും, കർത്താവേ, ഞാൻ നിൻ്റെ നാമത്തിൽ പ്രവചിച്ചു, നിൻ്റെ നാമത്തിൽ ഞാൻ അത്ഭുതങ്ങൾ നടത്തി, നിൻ്റെ നാമത്തിൽ ഞാൻ രോഗശാന്തി കൊടുത്തു, നിൻ്റെ നാമത്തിൽ ദർശനങ്ങളും വെളിപാടുകളും പറഞ്ഞു. ദൈവമായ കർത്താവ് പറയും, ഞാൻ നിങ്ങളെ ഒരിക്കലും അറിയുകയില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് ദൂരെ പോവുക. ദൈവമായ കർത്താവ് അവരെ അറിയുമെന്നല്ല പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഒരിക്കലും അറിയുന്നില്ലെന്നാണ് പറഞ്ഞത്. എന്താണെന്നറിയാമോ? കർത്താവ് ഈശോ മിശിഹ നമുക്ക് നൽകിയ സ്നേഹത്തിൻ്റെ ഫലം ഞാൻ മറ്റുള്ളവരിലേക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ ഫലം എൻ്റെ ജീവിതത്തിലുണ്ടോ? എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ ദൈവം എന്നിൽ വസിക്കണം. സ്നേഹം തന്നെയാകുന്ന ദൈവം എന്നിൽ വസിക്കുമ്പോൾ മാത്രമേ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ എളിമപ്പെടുവാനും സാധിക്കുകയുള്ളൂ. നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ ജീവിതത്തെ പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട് നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകൾ ഞങ്ങൾ തിരിച്ചറിയുന്നു. അവിടുത്തെ വചനവും ഞങ്ങൾ ഓർക്കുന്നു. സ്നേഹമാണല്ലോ ഏറ്റവും മഹത്തായത്. പ്രവചനപരവും ഭാഷാപരവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഞാൻ ഒന്നുമല്ല, വെറും ശൂന്യമാണ് എന്ന് അരുളി ചെയ്ത കർത്താവേ, മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അവരുടെ നന്മകൾ കാണുവാനും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനുമായിട്ടുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.